നമസ്കാരം. യുവസംഗീതജ്ഞൻ അനൂപ് വെള്ളാറ്റത്തൂരിൻ്റെ മരണത്തിൽ ദുരൂഹതകളില്ലെന്ന് പോലീസിന്റെ നിഗമനം. ആത്മഹത്യയാണ് കാരണമെന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. തന്റെ മരണത്തിന് ആരും ഉത്തരവാദികളല്ലെന്നാണ് അനൂപ് എഴുതിയ ആത്മഹത്യക്കുറിപ്പിലുള്ളത്. അതേസമയം ആത്മഹത്യയിലേക്ക് നയിച്ച സാഹചര്യങ്ങളിൽ പോലീസ് അന്വേഷണം ഉണ്ടായേക്കും. അനൂപ് ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുമെന്ന് ആരും വിശ്വസിച്ചിരുന്നില്ല. എപ്പോഴും സന്തോഷവാനായിട്ടാണ് അദ്ദേഹത്തെ സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാം കണ്ടിരുന്നത്. അങ്ങനെ ഒരു വ്യക്തി എന്തിനാണ് ജീവനൊടുക്കിയത് എന്നതാണ് ഏവരും ചോദിക്കുന്നത്. മരണത്തിന് 2 ദിവസം മുമ്പ് വരെ അദ്ദേഹം സംഗീത രംഗത്തടക്കം സജീവമായിരുന്നു. ഞായറാഴ്ചയും തിങ്കളാഴ്ചയും തന്റെ കലാസഭയിൽ അനൂപ് മുഴുകിയിരുന്നു. ആദ്യമായി കണ്ട നാൾ, പാതി വിരിഞ്ഞു നിൻ പൂമുഖം, ഞായറാഴ്ച, വെള്ളാറ്റഞ്ഞൂർ വികസന സമിതി യോഗത്തിന്റെ സമാപന കലാവിരുന്നിൽ ഈ ഗാനം ആലപിച്ചാണ് അനൂപ് വെള്ളാറ്റഞ്ഞൂർ മടങ്ങിയത്. തൊട്ടടുത്ത ദിവസം തൃശൂർ വിവേകോദയം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപകനായ ഇദ്ദേഹം തിങ്കളാഴ്ച സ്കൂളിലെത്തി ക്ലാസ് എടുത്തിരുന്നു. അധ്യാപനം ഇഷ്ടപ്പെട്ട വ്യക്തിയായ അനൂപ് പതിവ് പോലെയാണ് വിദ്യാർത്ഥികളുമായി സംവദിച്ച് ക്ലാസ് എടുത്തത്. എന്നാൽ തൊട്ടടുത്ത ദിവസം സംഗീത ലോകത്തിൽ നിന്ന് അനൂപ് സ്വയം വിടവാങ്ങിയായിരുന്നു. നഗരത്തിലെ ഫ്ളാറ്റിൽ സജ്ജീകരിച്ചിരുന്ന സ്റ്റുഡിയോയിലാണ് അനൂപിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തൂങ്ങി മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തുന്നത്. ഇടയ്ക്കയിലും ഗിറ്റാറിലും ഹാർമോണിയത്തിലുമെല്ലാം അനൂപ് കൈവഴക്കം നേടിയിരുന്നു. സിനിമാ ഗാനങ്ങളും ശാസ്ത്രീയ സംഗീതവും സോപാന സംഗീതവും കവിതയുമെല്ലാം പല വേദികളിൽ അവതരിപ്പിച്ചു. ഞായറാഴ്ച സംഗീത പരിപാടിക്ക് ശേഷം മടങ്ങുമ്പോൾ സുഹൃത്തുക്കളോട് തന്റെ ആഗ്രഹം പങ്കുവെക്കുകയും ചെയ്തിരുന്നു. ജന്മനാടായ വെള്ളാറ്റഞ്ഞൂർ എൻ്റെ പേരിൽ കൂടി പ്രശസ്തമാകണം. പുതുതായി വാങ്ങിയ കാറിലായിരുന്നു ഈ വരവ്. വീട്ടുകാരുടെ കുട്ടനും നാട്ടുകാരുടെ അനൂപ് മാഷുമായിരുന്നു അനൂപ് വെള്ളാറ്റഞ്ഞൂർ. ചെണ്ടയിലെ കുലപതി മൂത്തമന കേശവൻ നമ്പൂതിരിയുടെ പേരക്കുട്ടിയുടെ മകനായ ഇദ്ദേഹം സംഗീതത്തിന്റെ ബാലപാഠങ്ങൾ പഠിച്ചത് ഹാർമോണിയം കലാകാരനും നാടക ഗാനഗായകനുമായ പിതൃസഹോദരൻ കേശവൻ വെള്ളാറ്റഞ്ഞൂരിൽ നിന്നാണ്. തൃശൂർ വിവേകോദയം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ പ്രതിഭയുടെ മികച്ച ശിക്ഷണത്തിൽ യുവജനോത്സവ വേദികളിൽ നിരവധി പേർ വിജയകിരീടം അണിഞ്ഞു. കുട്ടികൾക്കൊപ്പം അവരുടെ കൂട്ടുകാരനായി പാട്ടുപാടി നടക്കുന്ന രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റേത്. 2019 തൃശൂർ പൂരത്തിന് പൂരത്തെക്കുറിച്ച് അനൂപ് രചിച്ച് സംഗീതം നൽകിയ ഒരു ഗാനം ഇലഞ്ഞിക്കൂട്ടം ബാൻഡ് ചെയ്തിരുന്നു. പൂരക്കാലത്ത് യൂട്യൂബിൽ റിലീസ് ചെയ്ത പൂരം ജനിച്ചൊരു നാട് എന്ന് തുടങ്ങുന്ന ഗാനത്തിന് വൻ സ്വീകാര്യത ലഭിച്ചിരുന്നു. കേരളവർമ്മ കോളേജിൽ ഗസ്റ്റ് അധ്യാപകനായും ജോലി ചെയ്തിട്ടുണ്ട്. വെള്ളാറ്റഞ്ഞൂർ കലാറ്റ് കുടുംബാംഗമാണ്. തയ്യൂർ ഗവൺമെന്റ് സ്കൂൾ അധ്യാപികയായിരുന്ന രാജലക്ഷ്മിയുടെയും പുറ്റേക്കര സെയിന്റ് ജോർജ് സ്കൂളിലെ റിട്ടയർഡ് പ്രധാന അധ്യാപകൻ പരേതനായ പീതാംബരന്റെയും മകനാണ്. ഡോക്ടർ പാർവതിയാണ് ഭാര്യ. പാർവണ, പാർദിപ് എന്നിവർ മക്കളാണ്. സംസ്കാരം ഇന്ന് രാവിലെ വെള്ളാറ്റഞ്ഞൂരിലെ വീട്ടുവളപ്പിൽ നടന്നു. ഇലഞ്ഞിക്കുട്ടം ബാൻഡിന്റെ അമരക്കാരനായിരുന്നു അനൂപ്. അനൂപിന്റെ വിയോഗത്തോടെ ബാൻഡും അനാഥമായ അവസ്ഥയിലാണ്. അതേസമയം മരണത്തിൽ അനുശോചനം അറിയിച്ച് മന്ത്രി ആർ ബിന്ദു വിട്ട കുറിപ്പും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അതിങ്ങനെയായിരുന്നു: ദീപ്തമായ ഈ പുഞ്ചിരി ഇനി ആർക്കും കാണാൻ കഴിയില്ല. പ്രിയപ്പെട്ട അനൂപ്, അനുഗ്രഹീതമായ ഒരു ജീവിതം എന്തിനാണ് പാതി വഴി പോലും എത്തും മുൻപ് അവസാനിപ്പിച്ച് കളഞ്ഞത്? പാട്ടും ഉപകരണ സംഗീതവും സർഗാത്മകത ഉടൽ പൂണ്ടതുപോലുള്ള സംഘടനാ വൈഭവമുള്ള വിദ്യാർത്ഥികളുടെ സ്നേഹം ആവോളം ലഭിച്ചിരുന്ന അവരുടെ ഉറ്റ ചങ്ങാതിയായ മാഷായി നിങ്ങൾ എത്ര പേരെ പ്രചോദിപ്പിച്ചു. വിവേകോദയം സ്കൂളിലെ കുട്ടികളെ സംസ്ഥാന യുവജനോത്സവം ഉൾപ്പെടെ നിരവധി പരിപാടികൾ അവതരിപ്പിക്കാൻ പരിശീലിപ്പിച്ച നിങ്ങൾ, കേരളവർമ്മ കോളേജിൽ ഗസ്റ്റ് ലെക്ചറായിരിക്കെ ഞങ്ങൾ സഹപ്രവർത്തകരുടെയും വിദ്യാർത്ഥികളുടെയും ജീവിതത്തിൽ സംഗീതവും പ്രകാശവും നിറച്ച നിങ്ങൾ, എല്ലാവരുടെയും മനം കവർന്ന സ്നേഹഭാജനമായിരുന്ന നിങ്ങൾ എന്തിനെന്ത് ചെയ്തു എന്നറിയില്ല. അവസാനം കണ്ടത് തൃശൂർ പൂരത്തിന് തെക്കേ ഗോപുരനടയിൽ കുട്ടികളോടൊപ്പം ഗിറ്റാർ മീട്ടി പാട്ടുപാടി റിപ്പോർട്ടർ ചാനൽ പരിപാടിയിൽ നിറയുന്നതാണ്. അന്ന് നമ്മൾ ഒന്നിച്ച് പാടിയത് എല്ലാം അറിയുന്ന ഈ ഗോപുരവാതിൽ, ഒന്നും അറിയാൻ കഴിയാത്തത് മനുഷ്യ മനസ്സിനെ പറ്റിയാണ് പ്രിയാഞ്ച. നിങ്ങളുടെ ചിരി അതൊരിക്കലും ഇങ്ങു നിന്നും മായുകയില്ല എന്നുമാണ് മന്ത്രിയുടെ കുറിപ്പ്.